അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായ മുഴുവൻ ഡോക്ടർമാർക്കെതിരെയും നടപടി വേണമെന്ന് ബന്ധുക്കൾ. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു സംഭവം. കുട്ടിക്ക് അനസ്തേഷ്യ നൽകേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്നും 18,000 രൂപ നൽകിയാൽ മാത്രമേ ചികിത്സിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും കുടുംബം ആരോപിക്കുന്നു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ കുട്ടി മരിച്ച സംഭവത്തിൽ ആരോപണങ്ങൾ കടുപ്പിച്ച് കുട്ടിയുടെ കുടുംബം. ആശുപത്രിയുടെ വീഴ്ചയാണെന്ന് ആവർത്തിക്കുന്ന ബന്ധുക്കൾ ചെറിയ മുറിവിന് അനസ്തേഷ്യ നൽകേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന ചോദ്യവും ഉയർത്തുന്നു. മാത്രമല്ല, കുട്ടിയുടെ മുഖത്തെ മുറിവ് ഇപ്പോൾ ഉണങ്ങിയ നിലയിലാണെന്നും 18,000 രൂപ നൽകിയാൽ മാത്രമേ ചികിത്സിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞെന്നും കുടുംബം ആരോപിക്കുന്നു. അനസ്തേഷ്യയുടെ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാൽ, കുട്ടീനെ എടുത്തിട്ട് അമ്മ ഉള്ളിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് കയറി മടിയിൽ കിടത്താൻ പറഞ്ഞു. മടിയിൽ കിടത്തിയ ഉടനെ തന്നെ കുട്ടീരെ അടുത്ത ഭാഗത്തെ കൈക്കാന്ന് പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ അങ്ങ് കൊടുത്തത്. ഇഞ്ചക്ഷൻ കൊടുത്ത ഉടനെ കുഞ്ഞി കണ്ണും മേലോട്ടാക്കിയിട്ട് ആ ബോധം ആ സമയത്ത് തന്നെ പോയിനി. ആണ് അവിടെ അന്നേരം നടന്നിട്ടുള്ളത്. ഒന്നും വെള്ളം കൊടുക്കാൻ പാടില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ പണം മാത്രം അവരുടെ ലക്ഷ്യം, വേറെ ഒന്നുമല്ല അവർ ചെയ്തു. ഇത്രയും ഈ ഡോക്ടർ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ അനാസ്ഥ ഉണ്ടായ വകയിൽ അതിന് വേണ്ടുന്ന നടപടിയും കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി എല്ലാ അധികൃതരോടും പറയണമെന്നാണ് മീഡിയക്കാരോടെല്ലാം നമുക്ക് പറയാനുള്ളത്. കൂടാതെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനസ്തേഷ്യ നൽകിയ ഡോക്ടർക്കെതിരെ മാത്രമല്ല, ചികിത്സിച്ച മറ്റ് ഡോക്ടർമാർക്കെതിരെയും നടപടി വേണമെന്ന് ബന്ധുക്കൾ പറയുന്നു. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ആരോഗ്യനില വഷളായ കണ്ണൂർ എരമം സ്വദേശികളുടെ മകൻ ദേവാൻഷ് ശൗര്യ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരിച്ചത്. ജനം, കണ്ണൂർ.